What's up, gamers? Welcome back to the another gameplay of Roblox. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സ്കീലെ ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞൊരു ഗെയിമായിട്ടാണ്. അപ്പോൾ ഈ ഗെയിം ഞാൻ ഡിസ്കോഡൊക്കെ കുറേ ആൾക്കാരുടെ ഇടയിലൊക്കെ ചെന്ന് തപ്പിയപ്പോൾ കിട്ടിയാണ്. അപ്പോൾ ഈ ഗെയിം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ഈ ഗെയിം എന്ന് പറയുമ്പോൾ ഇവിടെ കൂടെ കുറേ ബ്രെയിൻ റോട്ട്സ് പോകും. ബ്രെയിൻ റോട്ട്സ് നിങ്ങൾ അറിയാൻ തോന്നുന്നു. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇതൊക്കെയാണ്. ഇപ്പോൾ വൈറലല്ല, ഇതിനു മുമ്പ് വൈറലായിക്കൊണ്ടിരിക്കുന്ന സാധനമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രെയിൻ റോഡിനെ വാങ്ങും. ആ ബ്രെയിൻ റോഡ് വെച്ച് നമ്മുടെ ബേസിൽ വന്നിട്ട് നമുക്ക് പൈസ കിട്ടും. അപ്പോൾ ആ പൈസ വെച്ചിട്ട് അടുത്ത ബ്രെയിൻ റോഡിന് വാങ്ങുക, അതിന് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ വെക്കുക. അപ്പോൾ നമ്മളിവിടെ ബേസിൽ വെക്കുക, അല്ലെങ്കിൽ ആൾക്കാർക്ക് നമ്മുടെ ബേസിൽ വന്നിട്ട് ബ്രെയിൻ റോഡ് സ്റ്റീൽ ചെയ്യാം. അതുകൊണ്ടാണ് സ്റ്റീലെ ബ്രെയിൻ റോഡ് എന്നൊരു പേര് വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ $25,000 ഉണ്ട്. ഞാനത് ഇവിടെ ചെന്നൊരു സ്പിന്ന് ഇറക്കിയപ്പോൾ കിട്ടിയാണ് 25K. അപ്പോൾ നമുക്കിനി എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. ഒരു 5K ബൊണേക്ക അമ്പലാബു എന്ന് വേറെ ലൈനാണ്. ഓക്കെ, നമ്മളെ ടീം വന്നിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും വാങ്ങാം. ഇപ്പോൾ സൈഡിൽ കുറേ ഇതുണ്ട്. ഷോപ്പ്, ഇൻഡെക്സ്, ഗൂഗിൾസ് ഒക്കെ എന്താ നോക്കാം. ഷോപ്പ് ഫുള്ളും റോബക്സ് കൊടുത്തു വാങ്ങാനുള്ള ഇതാണ്. അപ്പോൾ ഷോപ്പിന് ഒരു കാര്യം അങ്ങനെ ഇൻഡെക്സ് എന്താ നോക്കാം. ഇൻഡെക്സ് അപ്പോൾ ബ്രെയിൻ ഡോട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നതിന് നമുക്ക് ഇൻഡെക്സ് കിട്ടും. ഇപ്പോൾ കഴിച്ച അവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ ഗെയിമിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ലീവായിപ്പോയി. എങ്ങനെ അറിയില്ല, ഗെയിമിൽ നിന്നല്ല, റോബ്ലോക്സിൽ തന്നെ ഞാൻ ലീവായിപ്പോയി. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. എനിക്കപ്പോൾ കാപ്പുച്ചീനോ അസാസീനോ എന്ന് പറഞ്ഞാൽ അതിനെ കിട്ടി. നമുക്കിനി ഇതിനൊക്കെ ഫ്യൂസിൽ കൊണ്ടുവിടാം. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇറങ്ങിപ്പോയത്. ഞാൻ ആരോ സ്റ്റീൽ ചെയ്യാമോ? ഈ ബൊണേക്കേനെ കൊണ്ടുവിടാം. സ്റ്റാക്ക് വന്നിട്ടേ ഫ്യൂസ് 7 പോയിന്റ് ഒന്ന് കൊടുത്തിട്ട് ഫ്യൂസ് ചെയ്യണം. ഓക്കെ, ആ ടൈം വരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, എന്തായാലും ഇപ്പം നോർമലായിട്ട് നമുക്ക് കളിക്കാം. 100 സംതിങ് പൈസ സെയിൽ ചെയ്യാണ്. രൂപന്മാരൊന്നും നമ്മുടെ ബേസിൽ പാടില്ല. ഓക്കെ, ഒരു 35K അറിയാൻ വയ്യ, സാരില്ല. ബേസിലൊക്കെ ഫ്യൂസ് മെഷീനിലാണോ? ഓക്കെ, അവൻ്റെ ബേസിലുള്ള സാധനമൊക്കെ എന്താ വെച്ചാൽ ഫ്യൂസ് മെഷീനിലിട്ട സാധനം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. ഞാനങ്ങനെ വെച്ച് നോക്കിയാൽ ഒരു സാറ്ററിൽ ഉള്ള ഒരു പശുവിനെ കണ്ടുണ്ടായി. അതിനെയാണ് നമുക്ക് ഫ്യൂസ് മെഷീനിൽ എന്നൊക്കെ പറയണ്ടേ. പിങ്ക് 1 2 3 അപ്പോൾ ഇവനോർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. 3 മില്യണോ? 3 മില്യൻ്റെ ഐറ്റം എൻ്റെ മുൻപോട്ട്. എന്തായാലും നമുക്ക് ഫസ്റ്റ് ആ റീബർത്ത് ചെയ്യാം. റീബർത്ത് ചെയ്യുമ്പോൾ
ബേസ് ലോക്ക് ചെയ്യാം. എന്നിട്ട് നോക്കാം. ഇവിടെ എൻ്റെ മുന്നിൽ നോക്കട്ടെ. മൾട്ടി ക്യാഷ്. ഓക്കെ, ക്യാഷ് ലോക്ക് ബേസ് ഓൺ. നമ്മുടെ ബേസ് ലോക്ക് ചെയ്യുന്ന ടൈം ഒരു ഫ്രണ്ട് കൺട്രോൾ. നമുക്ക് ഫ്രണ്ട്സിനെ അലവ് ചെയ്യാനും അയൺ സ്ലാബ് ഗ്രാവിറ്റി പോയി ഡീലോഞ്ചർ നല്ലതാണ്. നമുക്ക് നോക്കാം ഇനി അടുത്തതാണെന്ന്. അല്ല, നമ്മുടെ ബേസിലുള്ള ഫുള്ളും സാധനം ഫിഷിലാണെങ്കിൽ നമുക്കങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഫുള്ളും എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി സ്പീഡ് ചെയ്യാൻ പറ്റില്ല. ഒന്നും ഇതിനെ പറ്റൂല. പത്തപ്പി അതൊക്കെ എന്നാൽ നമുക്ക് ആദ്യം റീബർത്ത് ചെയ്യാം. അതായത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഒരുത്തരെങ്കിലും സ്പീഡ് ചെയ്യണ്ടേ. ആരെ സ്റ്റീൽ ചെയ്യാൻ പോലും അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് 400 ആയിട്ടുണ്ട്. പക്ഷെ ഇത് വാങ്ങാനുള്ളതൊന്നും മുന്നിൽ കൂടെ പോകണില്ല. വാങ്ങാനുള്ളതെന്ന് വാങ്ങണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഓഫ് റീബർത്ത് ചെയ്യാതെ അതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് റീബർത്ത് ചെയ്തിട്ട് ബാക്കിയുള്ള ചെയ്യാം. ഇത് നല്ല പോകേണ്ട നോക്കാം. 1K 250 100 കയോ ഇല്ല. കിട്ടി. അയ്യോ, എൻ്റെ കപ്പുച്ചിനോനെ സ്റ്റീൽ ചെയ്തു. താഴെ മെസ്സേജ് നമുക്ക് ഈ സ്റ്റീൽ ചെയ്ത് സൗണ്ട് കൂട്ടാൻ പറ്റുമെന്ന് വോളിയം തന്നെ പോകണം. എനിക്ക് വോളിയം പറ്റൂല. എനിക്ക് കാണില്ല. ആകെ എനിക്ക് പൈസ ഉണ്ടായിക്കൊണ്ടിരുന്ന സാധനമാണ്. ഇതൊക്കെ എത്ര വരും? 1.2K. ഓക്കെ, നമ്മളപ്പോൾ പ്രോ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ത്രോപ്പി ആ സാധനത്തിന് വേണം. ഇനി അതിന് കിട്ടുക നോക്കാം. ഈ ഡിവൈൻ സാധനം നല്ല ലുക്കായിട്ടുണ്ട്. അതിൻ്റെ നോർമലാണ് മൂവി പോണത് കണ്ടത് എനിക്കറിയില്ല. മൂവി പോണ ഈ സാധനല്ലേ, എന്താ ഈ കോമൻ്റെ ഡിവൈൻ വേഴ്സനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് അതിനനുസരിച്ച് നല്ല റയറാണ്. ഷോപ്പിൽ വേറെ എന്തെങ്കിലും കിട്ടും നോക്കാം. സ്പീഡ് കോയിൽ ഇത് പെട്ടെന്ന് കാണാൻ പറ്റുമോ? സ്പീഡ് കിട്ടിയിട്ടുണ്ട്. കോയിൽ വെച്ചിട്ട് സ്റ്റീലി പോണം. ത്രിപ്പി വരെ ഓടി സാരില്ല. ശരിക്കും നമ്മൾ ബ്രെയിൻ റോഡ്സ് നമ്മൾ ഫുള്ള് നമ്മുടെ ബേസിന്റെ മുമ്പിൽ എത്തിയിട്ട് വാങ്ങാൻ പാടുള്ളൂ. ബാക്കിയുള്ളവർക്ക് നമ്മുടെ ബ്രെയിൻ റോഡിനെ വാങ്ങാൻ പറ്റും. ഇതൊക്കെ എന്താ സാധനം? ഞാൻ ഇവിടെ വാങ്ങാൻ കണ്ടത് ഭയങ്കര റയർ സാധനമാണ്. പ്രൈസ് കമന്റ് ചെയ്യുക. അതൊക്കെ റയർ ഐറ്റംസ് ആണ്. നമുക്ക് റീബർത്ത് ചെയ്യാനാവാൻ പോയി തോന്നുന്നു. കാപ്പുച്ചീന പോയാലും എന്ത്, നമുക്ക് ഇപ്പം അതിൻ്റെ അത്രയും പൈസയായി.
ഓക്കെ, പെട്ടെന്ന് റീബർത്ത് ചെയ്യാം നമുക്ക്. റീബർത്തിന്റെ അവിടെ മുകളിൽ വാർണിംഗ് ഉണ്ട്, അത് നമുക്ക് വായിക്കാം. ഓക്കെ, വാർണിംഗ്. You will lose all cash and brain rot character you own when you rebirth. അത് കുറച്ച് പ്രശ്നമാണല്ലോ. നമ്മൾ റീബർത്ത് ചെയ്യണമെങ്കിൽ നമ്മുടെ ബേസിലുള്ള ബ്രെയിൻ റോട്ടും പിന്നെ നമ്മുടെ ക്യാഷും പോവും. അത് വളരെ പണിയാണ്. എന്നാലിപ്പോൾ റീബർത്ത് ചെയ്യാൻ എല്ലാവരും ബ്രെയിൻ റോട്ട്സ് നോക്കാം. 1 മില്യൺ എന്തായാലും വാങ്ങാൻ പറ്റില്ല. 225 ക്യാൻ്റെ ഒരു ബ്രെയിൻ റോട്ട് ഉണ്ട്. ബിക്കോസ് പെട്ടെന്ന് റീബർത്ത് ചെയ്യണമെങ്കിൽ അത് വാങ്ങാം. പെട്ടെന്ന് റീബർത്ത് ചെയ്തിട്ട് അങ്ങ് വാങ്ങാം, അല്ലെങ്കിൽ റീബർത്ത് ചെയ്യാനുള്ള ക്യാഷ് നഷ്ടപ്പെടും. എവിടെ സാധനം? ഞാൻ നമുക്കപ്പോൾ അടുത്ത ഓ ഇത് ഫാസ്റ്റ് മണി ഗ്രൈൻഡിങ് ആണ്. എനിക്ക് വാങ്ങാൻ പറ്റാത്ത പെട്ടെന്ന് റീബർത്ത് ചെയ്യാം. എനിക്കിവിടെ നിൽക്കാൻ പറ്റിയ ജോലിയില്ല. You need more room in your base. ഇതിനെ ചെയ്യാൻ പറ്റില്ല. നമുക്കെന്തായാലും റീബർത്ത് മേടിക്കാം, എന്നിട്ട് നമുക്ക് ഇനി വാങ്ങാം. എന്തായാലും പോയി നമുക്ക് വേറെ എന്തെങ്കിലും നല്ല ഒരു വാങ്ങാം. ഓക്കെ, റീബർത്ത് ചെയ്യാം. ഇനി 1.5 മില്യൺ വേണം റീബർത്ത് ചെയ്യാൻ. നമുക്കിനി വലുത് എന്തെങ്കിലും മേടിക്കാനാണ്. ഓ 15. ഓ നമ്മൾ റീബർത്ത് ചെയ്യുമ്പോൾ പൈസയൊക്കെ പോയല്ലോ അല്ലേ. 5 പൈസ ക്യാഷ് കിട്ടി. ഇനി അത് വെച്ച് മേടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും മേടിക്കാം. നമുക്ക് അല്ലെങ്കിൽ ആടെങ്കിൽ സ്റ്റീൽ ചെയ്യാൻ നോക്കിയാലോ. വി ഗോയിങ് ടു ട്രൈ സ്റ്റീൽ. 45 മില്യൻ്റെയോ? നമുക്കിപ്പോൾ 45 മില്യൻ്റെ ബ്രെയിൻ റോട്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് മാക്സിമം അത് സ്റ്റീൽ ചെയ്യാൻ നോക്കാം. ഇതൊക്കെ എന്ത് സാധനം? 25 മില്യൺ, 45 എന്തോ ഒരു സാധനങ്ങളൊക്കെ. ഒരു ടാങ്ക് പോലെ ഇരിക്കുന്ന സാധനം. താക്കോ നമുക്ക് അവൻ്റെ സ്റ്റീൽ ചെയ്യണം ഗൈസ്. അവൻ്റെ ഇന്ന് എങ്ങനെ നമുക്ക് സ്റ്റീൽ ചെയ്യണം? നമുക്ക് സ്റ്റീൽ ചെയ്യാം. നമുക്ക് എന്നിട്ട് സ്റ്റീൽ ചെയ്യാം. ഗൈസ് നമ്മളെ സ്റ്റീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റീൽ നോക്കി തൽക്കാലം അടുത്ത് 10 മില്യൺ ബ്രെയിൻ റോട്ട് ഗോഡ്. നമുക്ക് കുറച്ച് പൈസ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അവൻ്റെ എനിക്ക് സ്റ്റീൽ ചെയ്യണം ഗൈസ്.
ഞാനപ്പോൾ ആ ട്രാപ്പിൻ്റെ ഗുണമൊക്കെ മനസ്സിലായി. ഇച്ചിരി നേരം കൂടെ ഉണ്ടാവില്ല. അപ്പോൾ റീബർത്ത് ചെയ്യുമ്പോൾ ഫ്യൂസിൽ മെഷീൻ ഉള്ളതെല്ലാം പോവും. അത് ഞാൻ അറിഞ്ഞില്ല ഗൈസ്. ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാം. എന്നാലും അവൻ പോയി തോന്നുന്നു. അവൻ പോയി മറ്റും പോയി. എനിക്ക് തോന്നുന്നു അവന് ആൾക്കാരെല്ലാം കൂടെ സ്റ്റീരിയോ നോക്കിയിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. നമ്മുടെ ബേസിന്റെ കയ്യിൽ വിളിച്ചിരുന്നു. ബ്രോ വൈ ആർ യു ഹൈഡിങ് ഹിയർ? ഇതൊരു പുതിയ പ്ലെയറാ. ഇതാ എൻ്റെ കപ്പൂച്ചിനോ അസസിനോ. സിക്സ് സെവൻ ഞങ്ങൾക്ക് പിന്നെ അറിയാലോ. പുത്രി ഒന്ന് പറഞ്ഞ സെലിബ്രിറ്റി കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണോ എന്ത് കിട്ടാനോ? പേരെടുക്കാം. ഈ ഫ്രൂല എന്ന് പറഞ്ഞതിന് എപ്പോൾ സീൽ ചെയ്യുമ്പോൾ ബേസ് ആകുമാരല്ലോ. വേറെ തന്നെ ബേസിലേക്ക് പോകാം. കുറേ വാങ്ങാൻ പൈസ വേണം. പിന്നെ ഫൈനലി ഇത് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞു. എൻ്റെ കഴിഞ്ഞ വീഡിയോ നല്ല സപ്പോർട്ട് ഉണ്ടായി. പിന്നെ കഴിഞ്ഞ ഒരു ഇൻട്രോ കോളായിപ്പോയി. അത് നിങ്ങൾ കാര്യമാക്കി എടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് എനിക്ക് സപ്പോർട്ടൊക്കെ ചെയ്തു. പിന്നെ പുതിയൊരു ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണുക. ഒരു ആനിമേഷൻ വീഡിയോ ആണ്. പിന്നെ ഈ വീഡിയോയ്ക്ക് എനിക്കൊരു 100 വ്യൂവേഴ്സും 10 ലൈക്സ് കിട്ടണമെന്നാണ് താല്പര്യം. ഈ വ്യൂവേഴ്സൊക്കെ കിട്ടേണ്ടതെന്ന് അറിയാലോ. പിന്നെ നിങ്ങളുടെ സ്വന്തം മറ്റുള്ള അച്ഛൻ്റെയും അമ്മേൻ്റെയും ഫോണിലൊക്കെ ഇരുന്ന് കാണുക. കയറിക്കോളൂ. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ 6K ആക്കിയിട്ടുണ്ട്. 4K ഇത് കൃത്യം 5K അവിടെ നിന്ന് വരുന്നുണ്ട്. കൃത്യം 5K തന്നെ ഉള്ളതെന്ന് വാങ്ങാം. അപ്പോ ഇവിടെ ഈ സ്ഥലങ്ങളിൽ ഇപ്പോൾ ആരായിട്ടും ബ്രോ? അപ്പോൾ നമ്മളെങ്ങനെ അറിയാം? ഇങ്ങനെ എന്തായാലും നമ്മൾ തന്നെ ആയിരിക്കും. സ്വന്തം പൊക്കി പറയല്ല. പിന്നെ ഈ റോബ്ലോക്സ് കളിക്കുന്നതിൽ 98% ആൾക്കാർക്ക് അറിയായിരിക്കും. ഇതിനു മുമ്പ് ഭയങ്കര ഫേമസ് ഗെയിമൊക്കെ ആയിരുന്നു. നമ്മളങ്ങനെ അവരെ സ്റ്റീൽ ചെയ്യാൻ അനുവദിക്കരുത്. നമുക്ക് സ്റ്റീൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ സ്റ്റീൽ ചെയ്യരുത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ദേശീയമായോ? ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മളെ
നമ്മുടെ ബേസൊക്കെ വന്ന് നോക്കി നമ്മളെ ടാർഗറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി അടുത്ത് ഇവനെ പൊക്കണം നോക്കി നമുക്ക് ഇനി വന്നു നമ്മുടെ ബേസിന്റെ ഫ്രണ്ടിൽ വരുമ്പോൾ വേണം എല്ലാം വാങ്ങാൻ. പൈസ ഇല്ല എനിക്കറിയാം. അവന്റെ ബേസ് തന്നെ കണ്ടല്ലോ, മറ്റേ ന്യൂബന്മാരാ ഫുള്ള്. ഞാനിപ്പോൾ അത്യാവശ്യം പൈസ ആക്കിയിട്ട് നിങ്ങളെ കാണാം. അപ്പോൾ ഗായ്സ് നമ്മൾ വീണ്ടും തിരിച്ചു വന്നു. നമ്മളവൻ അടിച്ചിട്ടുണ്ട്. അവന് ദേഷ്യം തോന്നുന്നു. അവൻ നമ്മളെടുക്കുന്ന പ്രയോഗം അടിച്ചിടുക പാടില്ല. നമുക്കത് സ്റ്റീൽ ചെയ്യണം. നമ്മളിപ്പോൾ ഫൈനലി ഒരു ബ്രേഡ് റണ്ണർ സ്റ്റീൽ ചെയ്തുകൊണ്ട് കൊണ്ട് 225K കിട്ടി. കമ്മനെ 225K ഒരു ബ്രേഡ് റണ്ണർ കിട്ടിയിട്ടുണ്ട്. ഇതിനെക്കാട്ടും നേരത്തെ മുമ്പ് കിട്ടിയത് ഇതിനെക്കാട്ടും വലുതായിരുന്നു. അപ്പോൾ എന്തൊക്കെയായാലും ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.